നമസ്തേ, ഏവർക്കും ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം. പുതിയ വീഡിയോസ് ഇടാൻ അല്പം വൈകി. ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഇടാഞ്ഞത്. ചെറിയൊരു പനിയും സൗണ്ടിന് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസ് ഇടാൻ വൈകിയത്. അതിന് ക്ഷമ ചോദിക്കുന്നു. ഇന്ന് നമ്മളുടെ വീഡിയോയിൽ പറയുന്നത് ധർമ്മദൈവത്തെക്കുറിച്ചും ധർമ്മദൈവ ബാധ എന്താണെന്നും അങ്ങനെ ബാധയുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം എന്താണ് എന്നുള്ളതുമാണ്. അപ്പോൾ ആദ്യമേ നമുക്ക് നോക്കാം എന്താണ് ധർമ്മദൈവം എന്നുള്ളത്. പാരമ്പര്യമായി ആരാധിച്ചു വന്നിരുന്നതോ അല്ലെങ്കിൽ പൂർവികന്മാരാൽ ആരാധിച്ചു വന്നിരുന്നതോ ആയ ദേവതാ സങ്കല്പത്തെയാണ് നമ്മൾ ധർമ്മദൈവം എന്ന് പറയുന്നത്. അതായത് ഒരു 3 തലമുറയ്ക്ക് മുന്നോട്ട് 12 തലമുറയ്ക്കകത്തുള്ള പൂർവികരെ ആരാധിച്ചു വന്നിരുന്ന ദേവതാ സങ്കല്പം. നമ്മുടെ പൂർവികരുടെ കാലത്ത് നമ്മളുടെ ഒരു ഇഷ്ടമൂർത്തിയോ അല്ലെങ്കിൽ ഉപാസന മൂർത്തിയോ അല്ലെങ്കിൽ തേവാരമൂർത്തി എന്നൊക്കെ പറയും, അങ്ങനൊരു മൂർത്തി സങ്കല്പത്തെ ആവാഹിച്ച് നമ്മളുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ നമ്മുടെ നിലവറയിലോ അല്ലെങ്കിൽ വീടിനോട് ചേർന്ന് ഒരു ക്ഷേത്രം, ചെറിയ ക്ഷേത്രം പോലെ പണിഞ്ഞ് അവിടെയോ അതല്ലെങ്കിൽ കളരി എന്നൊക്കെ പറയും, അവിടെയൊക്കെ പ്രതിഷ്ഠിച്ച് അവരെ പൂജ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതുമല്ലെങ്കിൽ ദൂരെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നത് ഇന്നത്തെ പോലെ അത്ര ഈസി ആയിരുന്നില്ല. ധാരാളം നടന്നും വള്ളത്തേലുമൊക്കെയാണ് അന്നൊരു ദൂരെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയിരുന്നത്. അപ്പോൾ പിന്നീട് ആ ക്ഷേത്രങ്ങളിൽ രണ്ടാമത് നമുക്ക് പോകാൻ സാധിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അവിടെയുള്ള മൂർത്തി സങ്കല്പത്തെ നമ്മൾ സങ്കല്പിച്ചു ഞങ്ങളുടെ വീട്ടിൽ വന്ന് കുടിയിരിക്കണം, ഞങ്ങളുടെ കുടുംബത്തിലും സന്താനങ്ങൾക്കുമൊക്കെ ഐശ്വര്യമായി അവിടെ വന്ന് ഞങ്ങളുടെ കുടുംബത്തിലുണ്ടാവണം, ഇരിക്കണം എന്നൊക്കെയുള്ള സങ്കല്പത്തിൽ ഇതിനെ ആവാഹിച്ച് നമ്മളുടെ വീട്ടിൽ പ്രതിഷ്ഠ ചെയ്ത് ആരാധിച്ചു വന്നിരുന്ന ഒരു സമ്പ്രദായമൊക്കെ പണ്ട് കാലങ്ങളിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഈ ദേവതകളെ ഇങ്ങനെ പ്രതിഷ്ഠിച്ച് അവർക്കൊരു പൂജാവിധാനങ്ങളുമൊക്കെ ഏർപ്പാട് ചെയ്ത് അങ്ങനെ ഒരു 3-4 തലമുറകളൊക്കെ അങ്ങനെ പൂജയൊക്കെ ചെയ്ത് പോയിരുന്നു. അതിനുശേഷം കാലം കഴിഞ്ഞു. നമ്മുടെ തലമുറകളൊക്കെ വിദ്യാഭ്യാസപരമായി അല്ലെങ്കിൽ ജോലി സംബന്ധമായി വീട് വിട്ടു പോകേണ്ട സാഹചര്യങ്ങൾ വന്നു, അല്ലെങ്കിൽ വീട്ടിലെ സ്വത്തുക്കൾ ഷെയർ ചെയ്ത് പലരിലേക്കും പോയി. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഇതൊക്കെ പലരുടെയും കയ്യിലാകപ്പെട്ടു. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഈ പ്രതിഷ്ഠിച്ച മൂർത്തിയെ നമ്മൾ ക്ഷണിച്ചു വരുത്തി ഇരുത്തിയ ആ മൂർത്തിയെ വേണ്ട രീതിയിൽ നമുക്ക് പിന്നീട് ശ്രദ്ധിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ആ മൂർത്തിക്കുണ്ടായ മനസ്താപം അല്ലെങ്കിൽ വേദനയാണ്, വിഷമമാണ് ഇന്ന് ഈ ധർമ്മദൈവ ബാധ എന്ന് പറയുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ വീട്ടിലേക്ക് ഒരാളെ ക്ഷണിച്ചു വരുത്തി നമ്മൾക്ക് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്കവരൊരു ബുദ്ധിമുട്ടായി, നമ്മളവർക്ക് ഭക്ഷണം കൊടുക്കാതെയും നമ്മളവരെ മാനിക്കാതെയും ഒക്കെ ഇരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു വേദനയില്ലേ, അതേപോലെ തന്നെയാണ് ഈ ധർമ്മദൈവ ദോഷം അല്ലെങ്കിൽ ബാധ എന്നൊക്കെ പറയുന്നത്. നമ്മൾ ക്ഷണിച്ച് നമ്മളുടെ കുടുംബത്തിനും അല്ലെങ്കിൽ സന്താനങ്ങൾക്കുമൊക്കെ ഐശ്വര്യമായിട്ടുണ്ടായിരിക്കണം, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം, വന്നിരുന്നോളൂ എന്ന് പറഞ്ഞ് നമ്മൾ ഇരുത്തിയതാണ്. അതിനെ വേണ്ട രീതിയിൽ പിന്നീട് ശ്രദ്ധിക്കാതെ വന്നപ്പോൾ ആ ദേവതാമൂർത്തിക്കുണ്ടായ മനോവേദന അല്ലെങ്കിൽ പ്രയാസം, കോപം എന്നൊക്കെ പറയാം, അതാണ് പിന്നീട് ധർമ്മദൈവ ബാധയായി പറയപ്പെടുന്നത്. അപ്പോൾ ക്ഷേത്രങ്ങളിങ്ങനെ പ്രതിഷ്ഠയൊക്കെ ചെയ്യുമ്പോൾ മൂർത്തി സങ്കല്പങ്ങളല്ലാതെ ചില പ്രതീകാത്മകമായ ചിഹ്നങ്ങൾ വെച്ചും ചില കുടുംബങ്ങളിൽ ആരാധിച്ചിരുന്നു. വാള്, ചിലമ്പ്, ശംഖ്, ഏത് ദേവതയാണോ ഇഷ്ടം ആ ദേവതയുടെ ചിഹ്നങ്ങളൊക്കെ വെച്ച് ആരാധിച്ചിരുന്ന സമ്പ്രദായങ്ങളുമുണ്ട്. നമ്മളുടെയൊക്കെ കുടുംബങ്ങളിൽ നിരന്തരമായിട്ട് ദുരിതങ്ങളും പ്രയാസങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായും നിങ്ങളൊരു ദൈവജ്ഞൻ്റെ സഹായത്തോടു കൂടി അതെന്തുകൊണ്ടാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ധർമ്മദൈവ ബാധയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള പരിഹാരത്തെ ചെയ്താൽ മാത്രമേ നമ്മളുടെ കുടുംബത്തിൽ ഈ പറഞ്ഞ ദുരിതങ്ങളും ഒക്കെ ഒഴിഞ്ഞ് നമ്മളുടെ കുടുംബത്തിലും അല്ലെങ്കിൽ സന്താനങ്ങൾക്കും ഒക്കെ ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൻ്റെ സർവ്വതോമുഖമായ ഉയർച്ചയ്ക്കും നമ്മുടെ ജാതകാലുള്ള യോഗഫലങ്ങളൊക്കെ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ധർമ്മദൈവത്തിൻ്റെ അനുഗ്രഹം കൂടിയേ തീരൂ. ചിലപ്പോൾ നമ്മൾക്കൊരു ഇഷ്ടദേവത ഉണ്ടായിരിക്കാം, ഉപാസനാമൂർത്തി ഉണ്ടായിരിക്കാം,
അങ്ങനെയൊക്കെയുണ്ട്. നമ്മൾ നിരന്തരമായിട്ട് ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ജപിക്കുന്നുണ്ട്, പക്ഷെ നമുക്കൊരു പൂർണ്ണമായ ഫലം കിട്ടുന്നില്ല. നമ്മളുടെ കുടുംബത്തിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ധർമ്മദൈവ ബാധയായിരിക്കും. നമ്മൾ ഏതെല്ലാം ക്ഷേത്രങ്ങളിൽ പോയി എന്തെല്ലാം വഴിപാടുകൾ, ഉപാസനമൂർത്തിയോ അല്ലെങ്കിൽ ഇഷ്ടമൂർത്തിയോ ഉണ്ടെങ്കിൽ പോലും ധർമ്മദൈവത്തിൻ്റെ അനുഗ്രഹമില്ലെങ്കിൽ ഈ പറഞ്ഞ അല്ലെങ്കിൽ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു പൂർണ്ണമായ ഫലം ലഭ്യമാവുകയില്ല. കാരണം നമ്മുടെ പൂർവികരാൽ നമ്മളെ ക്ഷണിച്ചു വരുത്തി ഇരുത്തിയ ഒരു മൂർത്തി സങ്കല്പത്തെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ അവരുടെ വേദനയുള്ള സമയത്ത് മറ്റുള്ള ദേവതയ്ക്കോ നമ്മുടെ ഇഷ്ടദേവതയ്ക്കോ ഒന്നും ഇവിടെ പ്രസക്തി ഇല്ലാതാകുന്നു. അവരുടെ അനുഗ്രഹം നമുക്ക് വേണ്ട രീതിയിൽ ലഭിക്കാതെയാകുന്നു എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. അങ്ങനെ ധർമ്മദൈവത്തിൻ്റെ ദോഷമുണ്ട് എന്നൊരു ജ്യോതിഷനാൽ, ഒരു ദൈവജ്ഞനാൽ കണ്ടുപിടിക്കപ്പെട്ടാൽ എന്താണ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. അങ്ങനെ ഒരു ധർമ്മദൈവ കോപം ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കുടുംബക്കാരെല്ലാവരും കൂടെ ചേർന്ന് ഒരു പുനഃപ്രതിഷ്ഠ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളുടെ ആ ദേവതയെ പുനരുദ്ധാരണം ചെയ്യുകയോ ചെയ്യേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ ഒരു ക്ഷേത്ര സങ്കല്പത്തിൽ പുനരുദ്ധാരണം ചെയ്ത് അല്ലെങ്കിൽ പുനഃപ്രതിഷ്ഠ ചെയ്ത് അവിടെ ഒരു പൂജാവിധാനം ഏർപ്പെടുത്തണം. എങ്ങനെയാണ് പൂജാവിധാനം ഏർപ്പെടുത്തേണ്ടത് എന്നുള്ളത് ഒരു ജ്യോതിഷൻ്റെ സഹായത്തോടുകൂടി നമുക്ക് കണ്ടെത്താവുന്നതാണ്. മാസത്തിലൊരിക്കലാണോ, വർഷത്തിലൊരിക്കലാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൗർണമിക്കാണോ, അല്ല മാസം തോറും നാളുതോറുമാണോ, എങ്ങനെയാണ് ആ ദേവതയുടെ ഇഷ്ടം എന്നുള്ളത് ഒരു ജ്യോതിഷത്തിൻ്റെ സഹായത്തോടെ കണ്ടെത്തി ആ രീതിയിൽ അവിടെ ഒരു പൂജാവിധാനം ഏർപ്പെടുത്തുക. അങ്ങനെ ഒരു പൂജാവിധാനം ഏർപ്പെടുത്തിയ ശേഷം കുടുംബത്തിലുള്ള എല്ലാവരും അങ്ങനെ നടക്കുന്ന പൂജയിൽ അവിടെ തീർച്ചയായും പങ്കെടുക്കണം. അങ്ങനെ പൂജയിൽ പങ്കെടുത്ത് നമ്മളുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സാമ്പത്തികമായിട്ടും ഒക്കെ നമ്മളുടെ കഴിവിനൊത്ത രീതിയിൽ അവിടെ സഹായ സഹകരണങ്ങൾ ആ ക്ഷേത്രത്തിലേക്ക് ചെയ്യുകയും വേണം. ഇനി ഏതെങ്കിലും തരത്തിൽ നമുക്ക് അവിടെ ഒരു പൂജയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ വർഷത്തിലൊരിക്കലെങ്കിലും നമ്മളുടെ ധർമ്മദൈവ സന്നിധിയിൽ വന്ന് പ്രാർത്ഥനയും വഴിപാടുകളും ഒക്കെ നടത്തി നമ്മുടെ കഴിവിനൊത്ത സഹായങ്ങൾ ആ ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയ്ക്കും ഒക്കെ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നമ്മളുടെ കുടുംബത്തിനും നമ്മുടെ സന്തതി പരമ്പരകൾക്കും അതിൻ്റെ ഉയർച്ച ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു വിധമായ തർക്കമില്ലാത്ത കാര്യമാണ്. കൂടാതെ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന പല മംഗളകർമ്മങ്ങളുണ്ട് അല്ലേ, കല്യാണം അല്ലെങ്കിൽ നമുക്ക് വീട് വെപ്പ്, അങ്ങനെ പലതരത്തിലുള്ള മംഗളകർമ്മങ്ങൾ. നമ്മുടെ മക്കൾ വിദേശത്ത് പോകുന്നു ജോലി സംബന്ധമായിട്ട്, ആ സമയത്തൊക്കെ നമ്മൾ ഈ ധർമ്മദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് നമ്മൾ പറയണം, നമ്മൾ അനുവാദം ചോദിക്കണം. ഇതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീട് വെക്കുകയാണ്, അല്ലെങ്കിൽ മകൻ്റെ കല്യാണമാണ്. അപ്പം നമ്മളുടെ അനുവാദം ചോദിച്ച് അവിടുത്തെ അനുഗ്രഹവും ആശീർവാദവും സാന്നിധ്യവും അല്ലെങ്കിൽ സാമീപ്യവും ഒക്കെ ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ആ കാര്യങ്ങൾ തുടങ്ങുകയാണെങ്കിൽ യാതൊരു വിധമായ സംശയമില്ല, അത് മംഗളകരമായി പര്യവസാനിക്കുമെന്നുള്ളതിന് യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പം നമ്മൾ ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ നിത്യജീവിതത്തിലാണെങ്കിൽ പോലും നമ്മുടെ ധർമ്മദൈവത്തെ ഒന്ന് സ്മരിച്ചതിന് ശേഷം നമ്മളുടെ ഉപാസന മൂർത്തിയെയൊക്കെ സ്മരിച്ചാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഫലത്തെ ലഭ്യമാവുകയുള്ളൂ. കൂടാതെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം, ഏതെങ്കിലും തരത്തിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം, എന്തായാലും നമ്മൾക്ക് കിട്ടുന്ന ഒരു വിഹിതം, നമുക്ക് കിട്ടുന്ന ധനത്തിൻ്റെ ഒരു വിഹിതം നമ്മുടെ ധർമ്മദൈവത്തിൻ്റെ ഉയർച്ചയ്ക്കായി, അതായത് ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയ്ക്കായി നമ്മളൊരു കാണിക്ക വഞ്ചിയിലോ അങ്ങനെയുള്ള ഭണ്ഡാരത്തിലോ ഒക്കെ ഇട്ട് വെച്ചിട്ട് വർഷത്തിലൊരിക്കൽ ഇത് ആ ക്ഷേത്രത്തിൻ്റെ ഉന്നമനത്തിനായി കൊണ്ട് അവിടെ സമർപ്പിക്കുക. ഇത് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കളെയും ഒക്കെ ധർമ്മദൈവത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു മനസ്സിലാക്കി അവരെയും കൊണ്ടും ഇതുപോലുള്ള കാര്യങ്ങൾ മുന്നോട്ടും ചെയ്യിപ്പിക്കാൻ നമ്മൾ മാതാപിതാക്കൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ വരും തലമുറയ്ക്ക് എന്താണ് ധർമ്മദൈവം എന്നുള്ളതും ധർമ്മദൈവ പ്രാധാന്യം എന്താണെന്നും തീർച്ചയായിട്ടും അവരെ പറഞ്ഞു മനസ്സിലാക്കിയതിന് ശേഷം വർഷത്തിലൊരിക്കൽ എങ്കിലും ആ ക്ഷേത്രസന്നിധിയിൽ ചെന്ന് ആ ദർശനം നടത്തി നമുക്ക് കഴിയുന്ന തരത്തിലുള്ള വഴിപാടുകളും പ്രാർത്ഥനകളും പൂജകളും ഒക്കെ ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിലുള്ള മാതാപിതാക്കളെ ശ്രദ്ധിക്കാതെ
നമ്മൾ നാട്ടിൽ നടന്ന് എന്ത് സാമൂഹ്യ സേവനം, സാമൂഹിക ഉയർച്ചയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്താലും യാതൊരു വിധമായ പ്രസക്തിയില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മളുടെ ധർമ്മദൈവത്തെ, നമ്മളാൽ പ്രതിഷ്ഠിക്കപ്പെട്ട, നമ്മളാൽ വിളിച്ചു വരുത്തി പ്രതിഷ്ഠിച്ചിട്ടുള്ള ധർമ്മദൈവത്തെ, അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ, നമ്മളെന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ പൂർവികരെയാണ്, നമ്മുടെ പൂർവികർ ഇരുത്തിയിട്ടുള്ള ആ ധർമ്മദൈവത്തെ നമ്മൾ മാനിക്കാണ്ട് നമ്മൾ ഏത് വലിയ ക്ഷേത്രങ്ങളിൽ പോയെന്ന് പറഞ്ഞാലും, ഏത് വലിയ വലിയ പൂജകൾ ചെയ്തു എന്ന് പറഞ്ഞാലും യാതൊരു വിധമായ ഫലം ലഭിക്കുകയില്ല. അപ്പം ഏതൊരു കർമ്മത്തിനും ഫലപ്രാപ്തി ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ധർമ്മദൈവത്തിൻ്റെ അനുഗ്രഹം കൂടിയേ തീരൂ എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലോ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിലോ നിങ്ങൾക്ക് കമൻ്റായിട്ട് ഇടാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്തേ.